ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഹെഡ്ലൈറ്റിന്റെ ബൾബ് പോയി കഴിഞ്ഞാൽ അതെങ്ങനെ സ്വന്തമായിട്ട് മാറ്റാനുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ അഴിക്കാമെന്ന് നോക്കാം. അപ്പൊ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫോർഡ് എക്കോസ്പോർട്ടിലാണ്. ഏകദേശം ഒക്കെ സെയിം ആണ്. ചില വണ്ടികളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ആ ബൾബ് എങ്ങനെ നമുക്ക് മാറ്റാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നേരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമ്മൾ അഴിക്കേണ്ടത് ഇതുണ്ടോ, ഈ കപ്പ് അഴിക്കണം. എല്ലാ വണ്ടിയിലും ഇതേപോലെ. ചില വണ്ടിയിൽ ഇവിടെ ആയിരിക്കും അതിന്റെ കപ്ലർ. ഈ കപ്ലർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പ് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫോറിന്റെ ഇതിന്റെ ഉള്ളിലാണ് അതിന്റെ കപ്ലർ വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ കപ്പ് അഴിക്കണം. ഈ കപ്പ് ഇതാ ഇവിടെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പോരും. ഇത് റബ്ബറിന്റെ കപ്പാണ് കേട്ടോ. ഇതിനകത്താണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ബൾബ് ഇരിക്കുന്നത്. ഇതാണ് ഹെഡ്ലൈറ്റ് ബൾബിന്റെ സോക്കറ്റ്. അപ്പൊ ഇത് പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിന് പോരും. ഓക്കെ, ഈ കപ്ലർ അഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഹെഡ്ലൈറ്റ് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതാണ് ഇതിന്റെ ലോക്ക്. ഒരു കമ്പി പോയതുണ്ടോ, ഇതിൽ പ്രസ് ചെയ്യാം. ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്തിട്ട് നേരെ ബാക്കിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് നമുക്ക് അതിന് ഊരിടുക. അല്ല, ഇത് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ കമ്പി പോലത്തെ ഒരു ലോക്ക് ഉണ്ട്. ഇതിങ്ങനെ ബാക്കിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഹെഡ്ലൈറ്റ് ഊരുണ്ട്. എല്ലാ വണ്ടികളിലും ഇതേപോലെ തന്നെ. ചില വണ്ടിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒട്ടുമിക്ക വണ്ടികളിലും ഇതേപോലെ തന്നെയാണ്. ഈ ലോക്ക് ഇവിടെ 2 ലോക്ക് ഉണ്ടായിരിക്കും. ആ ലോക്ക് ഊരി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് മാറുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണ്ടേ. ഇത് 6055 ഉണ്ടോ, കണ്ടോ, ഇതിന്റെ വാട്ട്സ് വരുന്നത് 6055. അപ്പൊ കമ്പനി വരുന്നത് എല്ലാ വണ്ടിയിലും കമ്പനി വരുന്നത് 6055 അപ്പൊ പവർ കുറഞ്ഞു പറഞ്ഞിട്ട് നമ്മള് പവർ കൂടിയ ബൾബ് ഇടാറുണ്ട്. അതായത് 190 ഉണ്ട്, 130 ഉണ്ട്, അങ്ങനത്തെ ബൾബ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ബൾബ് ഇടുമ്പോൾ ഒരിക്കലും ഇതിങ്ങനെ വെച്ചിട്ട് ഈ കമ്പനി കപ്ലറിൽ ഒരിക്കലും ഫിറ്റ് ചെയ്യരുത്. അങ്ങനെ ഫിറ്റ് കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ വയറിങ് കത്തിപ്പോവും. അതായത് വാട്ട്സ് കൂടുന്നതിനനുസരിച്ച് വയറിന് പവർ കൂടും. ഇതിന്റെ വയറിൽ ഗേജ് കൂട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ വയർ കത്തിപ്പോവും. ഇവിടെയൊക്കെ ഉരുക്കി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചില ആളുകളിൽ പവർ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നേരിട്ട് ഡയറക്റ്റ് 190, 130 ബൾബ് ഇടാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വയറിംഗ് കിറ്റ് മാറ്റണം. വയറിംഗ് കിറ്റ് മാറ്റാൻ സെപ്പറേറ്റ് വയറിംഗ് കിറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡയഗ്രാം വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തേക്കാട്ടോ. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പൊ ഇനി ഈ ബൾബ് എങ്ങനെ തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെപ്പോഴും ഇതേപോലെ ഫിറ്റ് ചെയ്യണം കേട്ടോ. ഈ പൊസിഷനിൽ ഫിറ്റ് ചെയ്യണം. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. പിന്നെ ഇവിടെ ലോക്ക് സ്ലോട്ട് ഉണ്ടായിരിക്കും. ഈ സ്ലോട്ടിൽ തന്നെ ഇറക്കി വെക്കണം കേട്ടോ. ഇവിടെ സ്ലോട്ട് ഉണ്ടാവും, ഇവിടെ സ്ലോട്ട് ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ഈ കാല് ഉണ്ടാവും. ഈ കാല് ഈ സ്ലോട്ടിൽ തന്നെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതവിടെ ഇരിക്കും. എന്നിട്ട് ഈ ലോക്ക് ഉണ്ടല്ലോ, ഈ ലോക്ക് ഇവിടെ കൊണ്ടുവരിക, നേരിട്ട് പ്രസ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് കൊടുക്കുക. ഓക്കെ, ഇതോടെ ഇരുന്നിട്ടുണ്ട്. അതിന് ശേഷം ഈ കപ്പറ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ബൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഹെഡ്ലൈറ്റ് ബൾബ് മാറാനുള്ള പ്രൊസീജിയർ കേട്ടോ. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബൾബ് പോയി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മാറാൻ പറ്റും കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.